നൈം ഗഫൂർ, നോക്കൂ, ഈ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകൾ വർഗീയത, വംശീയത അത് പച്ചയ്ക്ക് പറയുന്ന തരത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ക്യാമ്പസുകൾ അരാഷ്ട്രീയമാകുന്ന ഒരു കാര്യം കൂടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്വകാര്യ കോളേജുകളിലും രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിനും വരെ വലിയ രീതിയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതിൽ നിങ്ങൾ ക്യാമ്പസുകൾ അങ്ങനെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന വാദം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനില്ല. ഒന്ന്, ക്യാമ്പസുകൾ രാഷ്ട്രീയത്തെ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തെ വ്യത്യസ്ത സ്വഭാവത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള വഴികളുടേതല്ലാത്ത മറ്റ് വഴികളും കേരളത്തിൻ്റെ ക്യാമ്പസുകളും ഇന്ത്യയുടെ ക്യാമ്പസുകളും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമ്പസുകളും വിദ്യാർത്ഥി സമൂഹവും അരാഷ്ട്രീയമാണ് എന്ന വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതിൽ നേരത്തെ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഓൾറെഡി ഞങ്ങളുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ വലിയ പ്രതിഷേധങ്ങളും റോഡ് ഉപരോധവും നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നാളെ ഞങ്ങൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾറെഡി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. എന്താണ് ഈ പ്രശ്നത്തിൻ്റെ മൗലികമായ കാരണം എന്നതിലേക്ക് ഈ വിഷയത്തിൽ കടക്കണമെന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഡിമാൻഡ്. എന്താണ് രോഹിത് വെമുലയ്ക്ക് സംഭവിച്ചത്? അതിനുശേഷം പായൽ തദ്വിക്ക് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലേക്ക് വരുമ്പോൾ ദീപാ പി മോഹനൻ എന്താണ് സംഭവിക്കുന്നത്? കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജെയിൻസിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ടല്ലോ, കാര്യവട്ടം ക്യാമ്പസിലെ അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവ് സംസ്കൃതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന PG കഴിഞ്ഞ് MPhil കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി, ഏറ്റവും അവസാനം മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന വാർത്ത, സംസ്കൃതം അറിയാത്ത ഒരു വിദ്യാർത്ഥി നേതാവ് സംസ്കൃതത്തിൽ PhD വെക്കാൻ പോകുന്നു. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് MPhil പൂർത്തീകരിച്ച് ഒരു ദലിതനായ ഒരു വിദ്യാർത്ഥി സംസ്കൃതത്തിൽ PhD വെക്കുമ്പോൾ കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗവേഷണ ഗൈഡ് കേരളത്തോട് പറയുകയാണ് സംസ്കൃതം അറിയാത്ത ആൾ PhDക്ക് വരുന്നു. അപ്പോൾ കേരളത്തിലുൾപ്പെടെ സമാനമായ ഒരുപാട് പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ രോഹിത് വെമുലയുടെ വിഷയത്തിൽ അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, അന്നത്തെ അപ്പാറാവു എന്ന് പറയുന്ന VCക്കെതിരെ നടപടിയെടുക്കണം, സ്മൃതി ഇറാനിക്കെതിരെ നടപടിയെടുക്കണം. ആ നടപടിയിൽ മാത്രം ഒതുങ്ങാനായിരുന്നില്ല ആ വിദ്യാർത്ഥി പ്രക്ഷോഭവും ആ മൂവ്മെൻറ്റും തീരുമാനിച്ചത്. മറിച്ച് സമാനമായ രീതിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന ഒരു നിയമനിർമ്മാണം ആവശ്യമെന്നാണ് ഈ എല്ലാ പ്രശ്നങ്ങളും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നിതിൻ രാജിൻ്റെ പ്രശ്നം വരുമ്പോൾ, അതുപോലെ തന്നെ കെവിൻ്റെ വിഷയം വരുമ്പോൾ, സിദ്ധാർത്ഥൻ്റെ പ്രശ്നം വരുമ്പോൾ, ഫാത്തിമ ലത്തീഫിൻ്റെ പ്രശ്നം വരുമ്പോൾ, പായൽ തദ്വിയുടെ പ്രശ്നം വരുമ്പോൾ, രോഹിത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, ദീപാ പി മോഹനൻ്റെ പ്രശ്നം വരുമ്പോൾ, ജെയിൻസിയുടെ പ്രശ്നം വരുമ്പോൾ, കാര്യവട്ടം ക്യാമ്പസിലെ ബിപിൻ രാജിൻ്റെ പ്രശ്നം വരുമ്പോൾ, ഓരോ പ്രശ്നത്തെയും സവിശേഷമായി കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ നമുക്കത് പറയാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, പിന്നാക്ക വിദ്യാർത്ഥികൾക്ക്, ദലിത് വിദ്യാർത്ഥികൾക്ക്, ആദിവാസി വിദ്യാർത്ഥികൾക്ക്, മുസ്ലിം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിയമനിർമ്മാണമായി സംസ്ഥാന സർക്കാർ രോഹിത് ആക്ടിനെ വികസിപ്പിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നത്തിൻ്റെ പ്രതികളെ സമയത്ത് തെരഞ്ഞു പോവുക, അത് വേണം. അതോടൊപ്പം തന്നെ ഇതിലേക്കെല്ലാം നയിക്കുന്ന കാരണം എന്ന് പറയുന്നത് ജാതിബോധമാണ്. ഇതിലേക്കെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് വംശീയ ബോധമാണ്. ആ വംശീയ ബോധത്തെ, ജാതിബോധത്തെ നിയമം മൂലം പരിഹരിക്കുകയോ നിയമം മൂലം പിടിച്ചുകെട്ടുകയോ ചെയ്യുന്ന നിയമനിർമ്മാണങ്ങളിലേക്ക് കിടക്കണം. പ്രശ്നങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം 2 സസ്പെൻഷനുകൾ ഉണ്ടായി. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലും ചില സസ്പെൻഷനുകൾ ഉണ്ടായി. അങ്ങനെ സസ്പെൻഷനുകൾ, അതുപോലെ തന്നെ ചില നടപടിക്രമങ്ങൾ, അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് മാത്രമല്ല പ്രശ്നം, അതിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബോധ്യങ്ങൾ, ജാതിബോധ്യങ്ങൾ, വംശീയ ബോധ്യങ്ങൾ, ആ ബോധ്യത്തെ കൈകാര്യം ചെയ്ത, അതിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന, അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രോഹിത് വെമുലയെ പോലെയുള്ള ധീരനായ രക്തസാക്ഷിയുടെ നാമധേയത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് സ്റ്റേറ്റുകൾ കടക്കണം. കാതലായ പ്രശ്നങ്ങളിലേക്ക് കടക്കണം. ഇഷ്യൂവിൻ്റെ പ്രശ്നങ്ങളെ മാത്രം മറികടക്കുന്നതിൽ ഒതുങ്ങി തീർക്കരുത് എന്നതാണ്.